അടുത്തതായി നമ്മളൊരു പ്രൊജക്റ്റൈൽ ഒരു ഒബ്ജക്റ്റിന് ഇനീഷ്യൽ വെലോസിറ്റിയോടുകൂടെ ഹൊറിസോണ്ടൽ ഡിറക്ഷനുമായിട്ട് തീറ്റ നോട്ട് എന്ന് പറയുന്ന ആംഗിളിലൂടെ പ്രൊജക്റ്റ് ചെയ്യുകയാണെന്ന് കരുതുക. അപ്പോൾ അതിൻ്റെ പാത്ത് പ്രൊജക്റ്റൈലിൻ്റെ പാത്ത് എന്ന് പറയുന്നത് പാരബോളയാണെന്നൊക്കെ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ വേരിയസ് പാരാമീറ്റേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. അതായത് ഇവിടെ നിന്നും പ്രൊജക്റ്റ് ചെയ്യപ്പെട്ട ഒരു ഒബ്ജക്റ്റ് വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി v0 ആൻഡ് ആംഗിൾ വിത്ത് റെസ്പെക്ട് ടു ദ ഹൊറിസോണ്ടൽ ആക്സിസ് എക്സ് ആക്സിസുമായിട്ട് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ θ0 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ആംഗിൾ ഇതിനെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ലൊക്കേഷനാണ്. ദിസ് ഇസ് ദ മാക്സിമം ഹൈറ്റ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെ വന്ന് മാക്സിമം ഹൈറ്റിലെത്തി വീണ്ടും തിരിച്ച് ഗ്രൗണ്ടിലേക്ക് തന്നെ വരുന്നു. അങ്ങനെയെങ്കിൽ ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ മാക്സിമം ഹൈറ്റ് എത്താൻ എടുക്കുന്ന സമയം എത്രയാണ് എന്നുള്ളതാണ്. ടൈം ടേക്കൺ ടു ട്രാവൽ ദ മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റ് എത്തിച്ചേരാൻ എടുക്കുന്ന സമയം എത്രയാണ്? അതിന് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ TM എന്നാണ്. TM. അപ്പോൾ ഈ സമയം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കാൻ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് ഈ മാക്സിമം ഹൈറ്റിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ വെലോസിറ്റിയുടെ വേർട്ടിക്കൽ കമ്പോണൻറ്റ് എന്നുള്ളത് 0 ആണ്. വെലോസിറ്റിയുടെ വേർട്ടിക്കൽ കമ്പോണൻറ്റ് എന്നുള്ളത് 0 ആണ്. വെലോസിറ്റിയുടെ വേർട്ടിക്കൽ കമ്പോണൻറ്റ് കാണാനുള്ള ഇക്വേഷൻ Vy is equal to v0 sin θ0 മൈനസ് g ഇൻറ്റു t. ഇതാണ് വെലോസിറ്റിയുടെ വേർട്ടിക്കൽ കമ്പോണൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. പ്രത്യേകം ശ്രദ്ധിക്കണം, അറ്റ് t is equal to Tm. അതായത് ഈ പറയുന്ന സമയത്ത് വെലോസിറ്റിയുടെ വേർട്ടിക്കൽ കമ്പോണൻറ്റ് എന്നുള്ളത് 0 ആയിരിക്കും. അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി മാത്രമേ ഉള്ളൂ. വേർട്ടിക്കൽ കമ്പോണൻറ്റ് 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. Vy ഈക്വൽ ടു 0 പുട്ടിങ് t ഈക്വൽ ടു Tm. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. 0 is equal to v0 sin θ0 മൈനസ് g ഇൻറ്റു Tm. അതായത് t ഈക്വൽ ടു Tm ആവുന്ന സമയത്ത് വെലോസിറ്റിയുടെ വേർട്ടിക്കൽ കമ്പോണൻറ്റ് 0 ആണ്. അപ്പോൾ ഇത് ഈ ടേമിന് എങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം v0 sin θ0 is equal to g into Tm. ശരിയല്ലേ? therefore Tm is equal to maximum time, maximum ഹൈറ്റിലേക്ക് എത്താൻ എടുക്കുന്ന സമയം. Tm is equal to v0 sin θ0 divided by g എന്ന് കാണാൻ പറ്റും. So this is the time taken to travel the maximum height. മാക്സിമം ഹൈറ്റിലേക്ക് എത്തിച്ചേരാൻ എടുക്കുന്ന സമയമാണ് Tm. that is equal to v0 sin θ0 divided by g. കണ്ടുപിടിച്ച ഐഡിയ മനസ്സിലായല്ലോ? മാക്സിമം ഹൈറ്റിൽ വെലോസിറ്റിയുടെ y കമ്പോണൻറ്റ് 0 ആണ്. അപ്പോൾ t ഈക്വൽ ടു Tm ആവുന്ന സമയത്ത് വെലോസിറ്റിയുടെ y കമ്പോണൻറ്റ് 0 ആവുന്നു. ദിസ് ഈസ് ദ ടൈം ടേക്കൺ ഫോർ മാക്സിമം ഹൈറ്റ്. ഇനി ശ്രദ്ധിക്കൂ, ഇവിടെ നിന്ന് പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള ഈ പ്രൊജക്റ്റൈൽ മാക്സിമം ഹൈറ്റിലേക്ക് എത്തി, പിന്നെ വീണ്ടും താഴത്തേക്ക് ഇവിടെ എത്തി. അപ്പോൾ ഫുൾ പ്രൊജക്റ്റൈൽ, ഇതിനെയാണ് ഫ്ലൈറ്റ് ഓഫ് ദ പ്രൊജക്റ്റൈൽ എന്ന് പറയുന്നത്. പ്രൊജക്റ്റൈലിൻ്റെ മുഴുവൻ ഫ്ലൈറ്റിനെടുക്കുന്ന സമയം, ഇതിനെയാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ടൈം ഓഫ് ഫ്ലൈറ്റ് അത് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ TF ആണ്. ടൈം ഓഫ് ഫ്ലൈറ്റ്. ഞാൻ NCERT ടെക്സ്റ്റ് ബുക്കിൽ അതേ നൊട്ടേഷനാണ് ഉപയോഗിക്കുന്നത്. and therefore it is denoted as TF, time of flight. What is that? It is the time taken to complete the projectile. ആ പ്രൊജക്റ്റൈൽ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം, ഇതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഇതെങ്ങനെ കണ്ടുപിടിക്കും? വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് പോയിന്റ്? ഈ പോയിന്റിലേക്കാണല്ലോ എത്തിയത് അല്ലേ? ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ വന്ന് മാക്സിമം ഹൈറ്റിലേക്ക് എത്തി, പിന്നെ തിരിച്ചു ഇവിടേക്ക് എത്തി. ഈ പോയിന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് നോ y കമ്പോണൻറ്റ്. ദ y കമ്പോണൻറ്റ് y is equal to 0. y 0 ആണ് ആ പോയിന്റിന്റെ പ്രത്യേകത അല്ലേ? y വാല്യൂ 0 ആണ്. x വാല്യൂ ഉണ്ടായിരിക്കും, ഇത്രയും വാല്യൂ ആണ് x ഉണ്ടാവുക. y വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. നിങ്ങൾക്ക് y കാണാനുള്ള ഇക്വേഷൻ അറിയാം. y കാണാനുള്ള ഇക്വേഷൻ എന്താണ്? y is equal to, ഇക്വേഷൻസ് നല്ല ഓർമ്മ ഉണ്ടാവണേ, y is equal to v0 sin θ0 into t minus 1/2 g into t square. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. v0 sin θ0 into t minus 1/2 gt square. ഇതാണ് y. ഇവിടെ ശ്രദ്ധിക്കുക, t is equal to tf ആവുന്ന സമയത്ത് ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് ഫ്ലൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയും. അപ്പം ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ വരെ എത്താനെടുക്കുന്ന സമയമാണ്. അപ്പോൾ ഇത്രയും സമയം കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് എവിടെ എത്തിയിട്ടുണ്ടോ? ഇവിടുന്ന് പ്രൊജക്റ്റ് ചെയ്തു, ഇവിടുത്തെ ഇദ്ദേഹത്തെ പ്രൊജക്റ്റ് ചെയ്തു,
എന്നിട്ട് ഇത്രയും സമയം ആയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇയാൾ ഇങ്ങനെ സഞ്ചരിച്ച് ഇതാ തിരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ടാവും. അതാണ് ഈ സമയത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ടി ഈക്വൽ ടു ടി എഫ് ആവുന്ന സമയത്ത് ദ വൈ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും അല്ലേ. ടി ഈക്വൽ ടു ടി എം ആവുന്ന സമയത്ത് വെലോസിറ്റിയുടെ വൈ കമ്പോണൻ്റ് ആണ് 0. ഇവിടെ വെലോസിറ്റി അല്ല, പൊസിഷനാണ്. വൈ പൊസിഷനാണ് 0 ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0 ഇസ് ഈക്വൽ ടു V0 സൈൻ തീറ്റ 0 ഇൻറ്റു ടി എന്നുള്ളതിന് പകരം ടി എഫ് എന്ന് കൊടുക്കുക മൈനസ് 1/2 G ഇൻറ്റു ടി എഫ് സ്ക്വയർ. അപ്പോൾ ടി ഈക്വൽ ടു ടി എഫ് ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? വൈ കമ്പോണൻറ്റ് 0 ആവാണ്. ഈ ടേമിനെ ഇങ്ങോട്ട് എടുക്കുക. നമുക്ക് കിട്ടുന്നത് V0 സൈൻ തീറ്റ 0 ഇൻറ്റു ടി എഫ് ഇസ് ഈക്വൽ ടു 1/2 G ഇൻറ്റു ടി എഫ് സ്ക്വയർ. സോ ടി എഫ് ഇത് ക്യാൻസൽ ചെയ്ത് കളയുന്നു. ഒരു ടി എഫ് ഇവിടുന്ന് ടി എഫ് ക്യാൻസൽ ചെയ്യുന്നു. ബാക്കി 1/2 G ടി എഫ് എന്നാണ് കിട്ടുക. സോ ടി എഫ് സീക്വൽ കിട്ടാൻ എന്ത് ചെയ്യണം? ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ജീനെ താഴത്തേക്ക് കൊണ്ടുവരണം. സോ നമുക്ക് കിട്ടി ടി എഫ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് 2 V0 സൈൻ തീറ്റ 0 ഡിവൈഡഡ് ബൈ G. ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. And what is this equation? This equation is useful to estimate the time for maximum height. മാക്സിമം ഹൈറ്റിലേക്ക് എത്താൻ എടുക്കുന്ന സമയമാണ്. ഇവിടെ നിന്നുള്ള പ്രൊജക്ടൈൽ മാക്സിമം ഹൈറ്റിലേക്ക് എത്തിച്ചേരാൻ എടുക്കുന്ന സമയമാണ് V0 സൈൻ തീറ്റ 0 ഡിവൈഡഡ് ബൈ G എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഇവിടെ എത്തി തിരിച്ചിവിടേക്ക് എത്താൻ എടുക്കുന്ന സമയം. ഇവിടെ നിന്ന് ഇവിടെ എത്തി പിന്നെ തിരിച്ചിവിടേക്ക് എത്താൻ എടുക്കുന്ന സമയം. ആ സമയമാണ് ടി എഫ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ടൈം ഓഫ് ഫ്ലൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ടി ഈക്വൽ ടു ടി എഫ് വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ടി എഫ് ആവുന്ന സമയത്ത് വൈ കോർഡിനേറ്റ് 0 ആവുന്നു. അങ്ങനെ നമുക്കത് സോൾവ് ചെയ്തിട്ട് ടി എഫ് എത്രയെന്ന് കണ്ടുപിടിക്കുന്നു. ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്ത് നോക്കൂ. ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഡബിൾ ആണ് ഇത് എന്ന് കാണാൻ പറ്റും അല്ലേ. V0 സൈൻ തീറ്റ 0 ബൈ G ഇതാ അതാണ് എന്ത് ടി എം. ദെർഫോർ I can write time of flight is equal to 2 times the time of maximum height. Time of flight എന്ന് പറയുന്നത് 2 times the time of maximum height. മാക്സിമം ഹൈറ്റിന് എടുക്കുന്ന സമയത്തിന് ഡബിൾ ആണ്. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കുന്ന അതേ സമയം തന്നെ ആയിരിക്കും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുന്നത്. ഇതിനെ അസെൻഡിങ് ടൈം എന്നാണ് പറയുക, ഇതിന് ഡിസെൻഡിങ് ടൈം എന്നാണ് പറയുന്നത്. അസെൻഡിങ് ടൈം ഇസ് ഈക്വൽ ടു ഡിസെൻഡിങ് ടൈം. കയറാൻ എടുക്കുന്ന അതേ സമയം തന്നെയാണ് ഇറങ്ങാനെടുത്തത്. അതുകൊണ്ടാണ് 2 times ഓഫ് ദ മാക്സിമം ടൈം ഫോർ മാക്സിമം ഹൈറ്റ് എന്നുള്ളത് ടൈം ഓഫ് ഫ്ലൈറ്റിന് ഈക്വൽ ആയിട്ട് വന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് സംഭവിക്കുന്നത് എയർ റെസിസ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ എയർ റെസിസ്റ്റൻസ് ഇല്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നത് കൊണ്ടാണ്. സത്യത്തിൽ എയർ റെസിസ്റ്റൻസും കൂടെ കൺസിഡർ ചെയ്താൽ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കും. എയർ റെസിസ്റ്റൻസും കൂടെ നമ്മളിവിടെ പരിഗണിച്ചാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസെൻഡിങ് ടൈമും ഡിസെൻഡിങ് ടൈമും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. കയറാനെടുക്കുന്ന സമയമായിരിക്കില്ല ഇറങ്ങാനെടുക്കുന്നത്. അവർ തമ്മിൽ സിമെട്രി ബ്രേക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. കയറാനെടുക്കുന്ന സമയമല്ല ഇറങ്ങാനെടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക. എപ്പോൾ എയർ റെസിസ്റ്റൻസും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ. എയർ റെസിസ്റ്റൻസ് ഇല്ലാത്ത കാരണം കൊണ്ടാണ് കയറാനെടുക്കുന്ന സമയവും ഇറങ്ങാനെടുക്കുന്ന സമയവും തുല്യമായി വന്നത്. അതുകൊണ്ടാണ് 2 times ദ ടൈം ടേക്കൺ ഫോർ മാക്സിമം ഹൈറ്റ് എന്നുള്ളത് എന്തിന് ഈക്വലായി വന്നത്? ടൈം ഓഫ് ഫ്ലൈറ്റ് എന്നുള്ളതിന് ഈക്വലായി വന്നത്. അപ്പോൾ നമ്മൾ ടൈം ടേക്കൺ ഫോർ മാക്സിമം ഹൈറ്റ് കണ്ടുപിടിച്ചു യൂസിങ് ദിസ് അസംഷൻ. നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എത്രയാണെന്ന് കണ്ടുപിടിച്ചു യൂസിങ് ദാറ്റ് അസംഷൻ. ഇനി ഇതിൽ ചോദിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ മാക്സിമം ഹൈറ്റ്? ഒരു ട്രജക്ടറി, അതായത് ഒരു പ്രൊജക്ടൈലിന് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന മാക്സിമം ഹൈറ്റ് എത്രയാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ മാക്സിമം ഹൈറ്റ്? എങ്ങനെ നമുക്ക് മാക്സിമം ഹൈറ്റ് കാണാം? അതിൻ്റെ ലോജിക് ആലോചിച്ച് നോക്കുക. NCERT ടെക്സ്റ്റ് ബുക്ക് അതേപോലെയാണ്, ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് അതുപോലെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ അതേ നൊട്ടേഷനാണ്. ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണോ പറയുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ
ഡിസ്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഈ മാക്സിമം ഹൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്. അതിനെ NCERT ടെക്സ്റ്റ് ബുക്കിൽ H സബ്സ്ക്രിപ്റ്റ് M എന്നാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് മാക്സിമം ഹൈറ്റ്. ഒരു പ്രൊജക്ടൈൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് കിട്ടാൽ അതിന് എത്തിച്ചേരാൻ കഴിയുന്ന പരമാവധി ഉയരം, അതായത് അതിൻ്റെ Y കോർഡിനേറ്റ്, എക്സും വൈയും കോർഡിനേറ്റുകളുണ്ടല്ലോ, ആ Y കോർഡിനേറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഹൈറ്റ് എത്രയാണെന്നാണ്. Y കോർഡിനേറ്റിന് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന മാക്സിമം ഹൈറ്റ് എത്രയാണെന്നാണ് ചോദ്യം. Y കോർഡിനേറ്റ് എപ്പോഴാണ് മാക്സിമം ആകുന്നത്? നിങ്ങൾക്കറിയാം, ഇവിടെ മുതൽ ഇവിടെ വരെ എടുക്കുന്ന സമയമാണ് TM. അപ്പോൾ T ഈക്വൽ ടു TM ആവുന്ന സമയത്ത്, അതായത് ആ ഒബ്ജക്റ്റ് ഇവിടെയാണ് അല്ലേ, T ഈക്വൽ ടു TM ആവുന്ന സമയത്ത് ഒബ്ജക്റ്റ് ഇവിടെയാണ്. ആ സമയത്തുള്ള Y കോർഡിനേറ്റിനെയാണ് നമ്മൾ HM എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ എടുക്കാം. അറ്റ് T ഇസ് ഈക്വൽ ടു, ലിസൺ, കൺഫ്യൂഷൻ ആവരുത്, T എന്ന് പറയുന്ന സമയം TM ആവുന്ന സമയത്ത് Y എന്നുള്ളത്, Y കോർഡിനേറ്റ് എന്നുള്ളത് എന്തിന് ഈക്വൽ ആയിരിക്കും? HM എന്നുള്ളതിന് ഈക്വൽ ആയിരിക്കും. ആൻഡ് ദിസ് ഈസ് ദ മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റ്. ഓക്കെ, സോ മാക്സിമം ഹൈറ്റ് എപ്പോഴാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ T ഈക്വൽ ടു TM ആവുന്ന സമയത്തുള്ള Y കോർഡിനേറ്റ്. ഐഡിയ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. അപ്പം Y എന്നുള്ളിടത്ത് ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? Y എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു HM, ദാറ്റ് ഈസ് ഈക്വൽ ടു V0 സൈൻ തീറ്റ 0 ഇൻറ്റു TM, കാരണം T ഈക്വൽ ടു TM ആകുമ്പോഴാണ് Y H ആവുന്നത്, മൈനസ് 1/2 G ഇൻറ്റു TM സ്ക്വയർ, 1/2 G ഇൻറ്റു TM സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. ഇനി ശ്രദ്ധിക്കുക, TMൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. TM ഇസ് ഈക്വൽ ടു V0 സൈൻ തീറ്റ 0/G. നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ V0, ഇത് സൈൻ തീറ്റ 0 ഇക്വേഷനിലുള്ളതാണ്, സൈൻ തീറ്റ 0. ഇനി TMന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണേ, V0 സൈൻ തീറ്റ 0 ഡിവൈഡഡ് ബൈ G, അതാണ് TMൻ്റെ വാല്യൂ, മൈനസ് 1/2 G ഇൻറ്റു TM എന്ന് പറഞ്ഞാൽ V0 സൈൻ തീറ്റ 0 ഡിവൈഡഡ് ബൈ G സ്ക്വയർ ഓഫ് ദാറ്റ്. വേറെ കളർ പാൻ എടുക്കാം. അപ്പോൾ നോക്കൂ, V0 സൈൻ തീറ്റ 0 ഇൻറ്റു V0 സൈൻ തീറ്റ 0 നമുക്ക് എത്ര കിട്ടുക? ദിസ് ഇസ് ഈക്വൽ ടു V0 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ 0 ഡിവൈഡഡ് ബൈ G. ശരിയല്ലേ? V0 ഇൻറ്റു V0 സ്ക്വയർ സൈൻ തീറ്റ 0 ഇൻറ്റു സൈൻ തീറ്റ 0 സൈൻ തീറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ G, മൈനസ് ഇവിടെ കിട്ടുന്നത് നിങ്ങൾക്കറിയാം, ഒരു ജിയും ഈ താഴെയുള്ള G സ്ക്വയറിൽ ഒരു ജിയും ക്യാൻസൽ ചെയ്ത് പോകും. V0 സൈൻ തീറ്റ 0നെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക V0 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ 0, V0 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ 0 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു G എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇവിടെ സ്ക്വയർ വരുമ്പം ആ 2 സ്ക്വയറിലെ ഒരു G ക്യാൻസൽ ചെയ്ത് പോകും. V0 സൈൻ തീറ്റ സ്ക്വയർ വരുമ്പോൾ V0 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ നോട്ട്, പിന്നെ താഴെ ഒരു 2 ഉണ്ട്, പിന്നെ ഒരു താഴെ ഒരു G ഉണ്ടാവും. നോക്കൂ, V0 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ നോട്ട് ബൈ G മൈനസ് V0 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ നോട്ട് ബൈ 2G. അപ്പോൾ ഇതിൽ നിന്ന് അതിൻ്റെ പകുതി കുറയ്ക്കുകയാണ്. 1ൽ നിന്ന് അര കുറച്ചാൽ അര. സോ നിങ്ങൾക്ക് കിട്ടുക ദിസ് ഇസ് ഈക്വൽ ടു V0 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ നോട്ട് ഡിവൈഡഡ് ബൈ 2G എന്ന് തന്നെയാണ് കിട്ടുക. ഇതാണ് മാക്സിമം ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ. മാക്സിമം ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. ഈ ഡെറിവേഷൻ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇത് പല രീതിയിൽ ചെയ്യാൻ കേട്ടോ. ഈ ഡെറിവേഷൻസിനെ പല രീതിയിൽ ചെയ്യാൻ പറ്റും. പല ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ പല രീതിയിലാണ്. NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ അതുപോലെ തന്നെ പഠിപ്പിച്ചത്. T ഈക്വൽ ടു TM ആവുന്ന സമയത്തുള്ള Y വാല്യൂവിനെയാണ് മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാൻ ഈ Y എന്നുള്ള നമ്മുടെ ഇക്വേഷനിൽ T ഈക്വൽ ടു TM എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. TMൻ്റെ വാല്യൂ നമ്മൾ മുമ്പേ കണ്ടുപിടിച്ചിട്ടുണ്ട്. V0 സൈൻ തീറ്റ നോട്ട് ബൈ G എന്നാണ്. അപ്പോൾ അത് ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് അറിയാം V0 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ നോട്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ G സ്ക്വയർ എന്നാണ് വരിക. ഒരു ജിയും ഇവിടെ ഉള്ള ഒരു ജിയും ക്യാൻസൽ ചെയ്തു. ബാക്കി വരിക V0 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ നോട്ട് ഡിവൈഡഡ് ബൈ 2G എന്നാണ് വരിക.
നോക്കൂ, വി നോട്ട് സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ നോട്ട് ബൈ ജി മൈനസ് വി നോട്ട് സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ നോട്ട് ബൈ ജി എന്ന് വരും. ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയാലോ, ഇത് 1 ആണ്, ഇത് ഹാഫ് ആണ്. അപ്പോൾ 1 അര കൊടുത്തു കഴിഞ്ഞാൽ അര. വി നോട്ട് സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ നോട്ട് ബൈ 2g എന്നാണ് നിങ്ങൾക്ക് ഫൈനൽ റിസൾട്ട് വരുന്നത്. ഈ ഡെറിവേഷൻ നിർബന്ധമായും പഠിച്ചിരിക്കണം, പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചു? ഒന്ന്, ടൈം ടേക്കൺ ഫോർ മാക്സിമം ഹൈറ്റ്, മാക്സിമം ഹൈറ്റ് അച്ചീവ് ചെയ്യാൻ എടുക്കുന്ന സമയം. രണ്ടാമത് നമ്മൾ പഠിച്ചത് ടൈം ഓഫ് ഫ്ലൈറ്റ്, ഇനി മൊത്തം സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം, ടൈം ഓഫ് ഫ്ലൈറ്റ്, അത് ടൈം ടേക്കൺ ഫോർ മാക്സിമം ഹൈറ്റിൻ്റെ ഡബിൾ ആണെന്ന് മനസ്സിലായി. മൂന്നാമത് നമ്മൾ ഡിസ്കസ് ചെയ്തത് എത്ര ഹൈറ്റിൽ ഇത് പൊന്തുന്നു, മാക്സിമം ഹൈറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് എത്രയാണ്. അത് കാണാനുള്ള ഇക്വേഷൻ വി നോട്ട് സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ നോട്ട് ഡിവൈഡഡ് ബൈ 2g എന്നാണ്. ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്, വാട്ട് ഈസ് ദ മാക്സിമം എക്സ് വാല്യൂ. ഇത് മാക്സിമം വൈ വാല്യൂ ആണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്തത് അല്ലേ, മാക്സിമം വൈ വാല്യൂ ആണ് നമ്മളിവിടെ ചെയ്തത്. നമ്മളോട് ഇനി ആവശ്യപ്പെടുന്നത് വാട്ട് ഈസ് മാക്സിമം എക്സ് വാല്യൂ. അതിനൊരു പേര് പറയും, ഇറ്റ് ഈസ് കോൾഡ് റേഞ്ച്. റേഞ്ച് ഓഫ് ദ പ്രൊജക്ടൈൽ എന്നാണ് അതിനെ പറയുന്നത്. റേഞ്ച് ഓഫ് ദ പ്രൊജക്ടൈൽ എന്നാണ് പറയുന്നത്. Let's see what is the range of the projectile. ഓക്കെ, ശ്രദ്ധിക്കുക. റേഞ്ച് ഓഫ് ദ പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ്, അതിനെ R എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് റേഞ്ച് ഓഫ് ദ പ്രൊജക്ടൈൽ ഡിനോട്ട് ചെയ്യുന്നത്. അതായത് നമ്മളൊരു പ്രൊജക്ടൈൽ യൂസ് ചെയ്തിട്ട് നമ്മളതിനെ പ്രൊജക്റ്റ് ചെയ്യുമ്പം അതിന് കിട്ടുന്ന പരമാവധി വാല്യൂ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ട് പുട്ട്, ജാവലിൻ ത്രോ, ഡിസ്കസ് ത്രോ തുടങ്ങിയിട്ടുള്ള പ്രോബ്ലംസിൽ, സ്പോർട്സ് ഐറ്റംസിൽ ഈ റേഞ്ച് മാക്സിമം കിട്ടിക്കാനാണ് ശ്രമിക്കുന്നത് അല്ലേ. മാക്സിമം ഹൈറ്റിലേക്ക് പൊന്തുന്നതല്ല, മാക്സിമം റേഞ്ച് ആർക്കാണോ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത് അവരാണ് വിന്നേഴ്സായിട്ട് വരുന്നത്. അപ്പം റേഞ്ച് എന്നുള്ളത് എന്തിനൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് പല രീതിയിൽ ചെയ്യാം. ഇവിടുന്ന് വിട്ട് ഇവിടേക്ക് എത്താൻ എടുക്കുന്ന സമയമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഉണ്ടല്ലോ, എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം, എക്സ് ഇസ് ഈക്വൽ ടു, എക്സ് കോർഡിനേറ്റ് ഇസ് ഈക്വൽ ടു വി നോട്ട് കോസ് തീറ്റ നോട്ട് ഇൻറ്റു ടി. എക്സിൻ്റെ വാല്യൂ ഇതാണ്, വി നോട്ട് കോസ് തീറ്റ നോട്ട് ഇൻറ്റു ടി. ഇതാണല്ലോ എക്സിൻ്റെ വാല്യൂ, എക്സ്. അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെ എത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? സമയം അതാണ് ടി എഫ്, ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടി ഈക്വൽ ടു ടി എഫ് ആവുന്ന സമയത്ത്, ടൈം ഓഫ് ഫ്ലൈറ്റ് ആവുന്ന സമയത്ത് എത്രയാണോ എക്സ് വാല്യൂ, ടി ഈക്വൽ ടു ടി എഫ് എന്ന് പറഞ്ഞ ആൾ ഇവിടെ എത്തി കേട്ടോ. ആ സമയത്തുള്ള വൈ വാല്യൂ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എസ്റ്റിമേറ്റ് ചെയ്തത്. ഇനി ടി ഈക്വൽ ടു ടി എഫ് ആവുന്ന സമയത്തുള്ള എക്സിൻ്റെ വാല്യൂ എത്രയാണ്, എക്സ് വാല്യൂ എത്രയാണ്, അതായിരിക്കും റേഞ്ച് എന്ന് പറയുന്നത്. സോ അറ്റ് ടി ഇസ് ഈക്വൽ ടു ദ ടൈം ഓഫ് ഫ്ലൈറ്റ് ടി എഫ്, എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? റേഞ്ചിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ടി ഈക്വൽ ടു ടി എഫ് ആവുന്ന സമയത്ത് റേഞ്ചിന് ഈക്വൽ ആയിരിക്കും. സോ ഇൻ സച്ച് കേസ് ഐ ക്യാൻ റൈറ്റ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ, ദാറ്റ് ഈസ് ഈക്വൽ ടു വി സീറോ കോസ് തീറ്റ സീറോ ഇൻറ്റു ടി എഫ്. ഓർ ദിസ് ഇസ് ഈക്വൽ ടു വി സീറോ കോസ് തീറ്റ സീറോ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ വി സീറോ കോസ് തീറ്റ സീറോ. ഇനി ടി എഫിൻ്റെ വാല്യൂ എന്താണ്? 2v0 സൈൻ തീറ്റ സീറോ ഡിവൈഡഡ് ബൈ ജി. ഇതല്ലേ 2v0 സൈൻ തീറ്റ സീറോ ഡിവൈഡഡ് ബൈ ജി. ഇതാണ് ടി എഫിൻ്റെ വാല്യൂ. അപ്പോൾ നമുക്ക് എഴുതാം v0 ഇൻറ്റു v0 സ്ക്വയർ 2 സൈൻ തീറ്റ സീറോ കോസ് തീറ്റ സീറോ, 2 സൈൻ തീറ്റ സീറോ കോസ് തീറ്റ സീറോ ഹോൾ ഡിവൈഡഡ് ബൈ ജി. 2 സൈൻ തീറ്റ സീറോ കോസ് തീറ്റ സീറോ ഹോൾ ഡിവൈഡഡ് ബൈ ജി. 2 സൈൻ തീറ്റ സീറോ കോസ് തീറ്റ സീറോ, അതിനെയാണ് സൈൻ 2 തീറ്റ എന്ന് പറയുന്നത് അല്ലേ. പഠിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ട്രിഗണോമെട്രിയിൽ. 2 സൈൻ തീറ്റ കോസ് തീറ്റ, ഇത് എന്ന് പറയുന്നത് സൈൻ 2 തീറ്റയാണ്, സൈൻ 2 തീറ്റയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു v0 സ്ക്വയർ സൈൻ
2 theta 0 divided by g. ഇതാണ് റേഞ്ച് കാണാനുള്ള ഇക്വേഷൻ. റേഞ്ച് കാണാനുള്ള ഇക്വേഷൻ r is equal to v0 square sin 2 theta 0 divided by g. This is the maximum value of the x coordinate. എക്സിന് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വാല്യൂ അത് റേഞ്ച്, വൈക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വാല്യൂ ദാറ്റ് ഈസ് മാക്സിമം ഹൈറ്റ്. മനസ്സിലായോ? എക്സിന് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വാല്യൂ അതാണ് റേഞ്ച്, വൈക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വാല്യൂ അതാണ് മാക്സിമം ഹൈറ്റ്. മൊത്തം എടുക്കുന്ന സമയം ടൈം ഓഫ് ഫ്ലൈറ്റ്, മാക്സിമത്തിൽ എത്താൻ എടുക്കുന്ന സമയം ടൈം ഓഫ് മാക്സിമം ഹൈറ്റ്. 4 പാരാമീറ്റേഴ്സുകളാണ് കേട്ടോ. ഈ ഇക്വേഷൻസ് ഒക്കെ കണ്ട ഒരേപോലെയാണ്, വലിയ വ്യത്യാസമില്ല. ഒക്കെ ഒരു v0 സ്ക്വയറും സൈൻ തീറ്റ അല്ലെങ്കിൽ കോസ് തീറ്റ ജി, ഇവർ 3 പേരുമാണ് ഇവിടെ റിലേറ്റ് ചെയ്ത് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്വേഷൻസ് കൺഫ്യൂഷൻ ആവാനും ഈ ഇക്വേഷൻസ് മറന്നു പോകാനും അല്ലെങ്കിൽ മാറിപ്പോവാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇക്വേഷൻസുകൾ എല്ലാറ്റിലും ഒരു v0ഉം സൈൻ തീറ്റ നോട്ടും ജിയും അല്ലെങ്കിൽ കോസ് തീറ്റ നോട്ടും ജിയും ഇങ്ങനെയൊക്കെയാണ് ഇക്വേഷൻ വരുന്നത്. അതുകൊണ്ട് ഇക്വേഷൻസുകൾ തമ്മിൽ മിക്സായി പോവാനും മാറിപ്പോവാനും ഒക്കെ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് കൃത്യമായി അത് എഴുതി പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും പലതവണ മെമ്മറൈസ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഓർത്തു വെക്കാനും പരീക്ഷയ്ക്ക് എഴുതാനും സാധ്യമാകുള്ളൂ. പരീക്ഷയ്ക്ക് ഈ ഭാഗത്തു നിന്ന് എപ്പോഴും പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, റേഞ്ച് കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്, ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. പിന്നെ ചില സമയത്ത് ചോദിക്കും ഷോ ദാറ്റ് ടൈം ഓഫ് ഫ്ലൈറ്റ് ഇസ് ഈക്വൽ ടു 2 times the maximum height, time of maximum height. 2 into tm എന്ന് പറയുന്നത് TFന് ഈക്വൽ ആണെന്ന് തെളിയിക്കാനൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇക്വേഷൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കുക. ഇനി ഇത് നമുക്കിങ്ങനെ ലോജിക്കായിട്ട് ആലോചിച്ചാലും മതി. നിങ്ങൾ നോക്കൂ, ഹൊറിസോണ്ടൽ ഡിറക്ഷണൽ ആക്സലറേഷൻ ഇല്ല. അതുകൊണ്ട് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി മൾട്ടിപ്ലൈഡ് വിത്ത് ടൈം ടേക്കൺ, അതാണ് ആക്ച്വലി ഇത്. ദിസ് ഇസ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി. വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് മൾട്ടിപ്ലൈഡ് വിത്ത് ടൈം ടേക്കൺ, അതിനെടുത്ത സമയം, അവർ തമ്മിലുള്ള പ്രൊഡക്റ്റാണ് എന്തെന്ന് പറയുന്നത് റേഞ്ച് എന്ന് പറയുന്നത്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്, പല രീതിയിൽ എടുക്കുക. അപ്പം ഈ ഡെറിവേഷൻസ് ഈ ക്ലാസ്സുകൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കാണുകയും നിങ്ങളത് മനസ്സിലാക്കുകയും ഡെറിവേഷൻസ് പല ആവർത്തി എഴുതി പഠിക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരാനും അതുപോലെ തന്നെ മിക്സായി പോവാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് പല തവണ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിക്കണമെന്ന് അറിയിക്കുന്നു. ഇനി റേഞ്ച് എപ്പോഴാണ് മാക്സിമം കിട്ടുക എന്നുള്ളത് മറ്റൊരു ചോദ്യം. v0 സ്ക്വയർ വെലോസിറ്റി, എറിയുന്ന വെലോസിറ്റിയുടെ സ്ക്വയറിനാണ് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത്. അതുകൊണ്ട് വെലോസിറ്റി ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ റേഞ്ച് 4 times ആയിട്ട് കൂടും. കാരണം അറിയാലോ, വെലോസിറ്റിയുടെ സ്ക്വയറിനാണ് പ്രൊപ്പോർഷണൽ. അതുകൊണ്ട് വെലോസിറ്റി ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ റേഞ്ച് 4 times കൂടും. ജി നമുക്കൊന്നും ചെയ്യാൻ വയ്യ, കാരണം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് എർത്ത്. സർഫസ് ഓഫ് എർത്തിൽ അത് ഏകദേശം കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്, നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ ആകെ ചെയ്യാൻ സാധിക്കുന്നത് വെലോസിറ്റി ഡബിൾ ചെയ്യുക അല്ലെങ്കിൽ വെലോസിറ്റി കൂട്ടുക എന്നുള്ളതാണ്. വെലോസിറ്റി കൂട്ടുന്നതിനനുസരിച്ച് റേഞ്ച് കൂടും, സംശയമില്ല. കാരണം വെലോസിറ്റിയുടെ സ്ക്വയറിനാണ് അത് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെലോസിറ്റി ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ റേഞ്ച് 4 times കൂടുമെന്ന് മനസ്സിലാക്കുക. പക്ഷെ അതിനൊരു പരിധിയുണ്ട്. നമ്മൾ ഷോർട്ട് പുട്ട് എറിയുന്ന സമയത്ത് നമ്മൾക്ക് പരമാവധി എറിയാൻ പറ്റുന്ന ഒരു സ്റ്റാമിനയല്ലേ ഉള്ളൂ. അപ്പോൾ വെലോസിറ്റി കൂട്ടുന്നതിനൊരു പരിധിയുണ്ട്. പിന്നെ എന്ത് മാറ്റം വരുത്തി നമുക്ക് റേഞ്ച് മാക്സിമം ആക്കാം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തീറ്റ വേരി ചെയ്താൽ മതി. കാരണം ഈ സൈൻ 2 തീറ്റ എന്ന് പറയുന്ന പാരാമീറ്റർ റേഞ്ചിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു പാരാമീറ്ററാണ്. സൈൻ തീറ്റയുടെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ സൈൻ 2 തീറ്റയുടെ പ്രത്യേകത എന്താണ്? ഈ സൈൻ 2 തീറ്റയ്ക്ക് എത്തിച്ചേരാവുന്ന പരമാവധി വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. മിനിമം വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. സോ സൈൻ തീറ്റയ്ക്ക് എത്തിച്ചേരാൻ കഴിയുന്ന മാക്സിമം വാല്യൂ വാട്ട് ഈസ് ദാറ്റ്? ദാറ്റ് ഈസ് 1. മിനിമം വാല്യൂ എത്രയാണ്? മിനിമം വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഇനി എപ്പോഴാണ് സൈൻ 2 തീറ്റ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൈൻ 2 തീറ്റ നോട്ട്, നമ്മളിവിടെ അങ്ങനെയാണല്ലോ എടുക്കുന്നത് അല്ലേ? സൈൻ 2 തീറ്റ നോട്ട് 1 ആവുന്ന എപ്പോഴായിരിക്കും? 2 തീറ്റ നോട്ട് എന്നുള്ളത് π/2 ആകുമ്പോൾ. സൈൻ 90 ഡിഗ്രി, സൈൻ ഇൻവേഴ്സ് ഓഫ് 1 ആലോചിച്ചാൽ മതി. സൈൻ ഇൻവേഴ്സ് ഓഫ് 1 അതെത്രയായിരിക്കും? π/2, 90 ഡിഗ്രി. സൈൻ 90 ആകുമ്പോഴാണ് തീറ്റ 1 ആയിട്ട്, സൈൻ തീറ്റയുടെ വാല്യൂ 1 ആയിട്ട് മാറുന്നത്. സോ സൈൻ 2 തീറ്റ is equal to π/2 or θ naught is equal to π/2 divided by 2
that is pi by 4. അപ്പോൾ തീറ്റ നോട്ട് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ, അതാണ് തീറ്റ നോട്ട്. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ പൈ ബൈ 4, അതായത് 45 ഡിഗ്രി ആകുമ്പോഴാണ് നമുക്ക് മാക്സിമം റേഞ്ച് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കുക. 45 ഡിഗ്രി കിട്ടുമ്പോഴാണ് നമുക്ക് മാക്സിമം റേഞ്ച് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് മാക്സിമം റേഞ്ച് കിട്ടുന്നതെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. തീറ്റ നോട്ട് ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. കാരണം സൈൻ ടൂത്തിൻ്റെ നോട്ടിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഇത് സംഭവിക്കുന്നത് 2 തീറ്റ നോട്ട് പൈ ബൈ 2 ആകുമ്പോഴാണ്. അപ്പോൾ തീറ്റ നോട്ട് പൈ ബൈ 4 ആവണം, അതായത് 45 ഡിഗ്രി ആവണം. ആ സമയത്തുള്ള മാക്സിമം റേഞ്ച് എത്രയായിരിക്കും? ആർ മാക്സ് എന്നതിന് കൊടുക്കാം. സോ ദിസ് ഇസ് ഈക്വൽ ടു വി നോട്ട് സ്ക്വയർ സൈൻ 2 പൈ ബൈ 2 അല്ലേ, സോറി 2 പൈ ബൈ 4 അല്ലേ, 2 ഇൻറ്റു പൈ ബൈ 4, തീറ്റ നോട്ടിൻ്റെ പൈ ബൈ 4 എന്ന് കൊടുക്കുന്നു, ഡിവൈഡഡ് ബൈ ജി. നമുക്കറിയാം 2 4 ക്യാൻസൽ ചെയ്തിട്ട് പൈ ബൈ 2 എന്ന് വരും, സൈൻ പൈ ബൈ 2 1 ആണ്. സോ ആർ മാക്സ്, ദ മാക്സിമം റേഞ്ച് എന്ന് പറയുന്നത് വി നോട്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി, വി നോട്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി. അപ്പോൾ മാക്സിമം റേഞ്ച് കാണാനുള്ള ഇക്വേഷൻ വി നോട്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി. ഇത് അച്ചീവ്ഡ് ആവുന്നത് തീറ്റ നോട്ട് ഈക്വൽ ടു പൈ ബൈ 4 ആകുമ്പോഴാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഈ ഒരു ഭാഗത്ത് തന്നെ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഐഡിയ ഉണ്ട്. അതൊരു ട്രിഗണോമെട്രിക് റിലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. റേഞ്ചിൻ്റെ ഇക്വേഷൻ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. നമ്മൾ റേഞ്ച് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു, വി നോട്ട് സ്ക്വയർ സൈൻ 2 തീറ്റ നോട്ട് ഡിവൈഡഡ് ബൈ ജി, ഇതാണ് കിട്ടുന്നത്. ഇനി ഞാൻ ഈ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ മാറ്റിയിട്ട്, തീറ്റ നോട്ട് എന്നുള്ള ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ മാറ്റിയിട്ട് മറ്റൊരു ആംഗിൾ കൊടുക്കുകയാണേ. ആ ആംഗിൾ എത്രയാണെന്ന് നോക്കാം. ആ ആംഗിൾ 90 മൈനസ് തീറ്റ നോട്ട് ഓർ പൈ ബൈ 2 മൈനസ് തീറ്റ നോട്ട്. അങ്ങനെ വന്നാൽ റേഞ്ചിന് എന്ത് മാറ്റം വരും എന്ന് ആലോചിക്കാം. ഞാനത് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം റേഞ്ചിനുള്ള എക്സ്പ്രഷൻ അറിയാം. റേഞ്ച് ഇസ് ഈക്വൽ ടു വി നോട്ട് സ്ക്വയർ സൈൻ 2 തീറ്റ നോട്ട് ഡിവൈഡഡ് ബൈ ജി. ഇതാണ് ആറ് കാണാനുള്ള ഇക്വേഷൻ, ശരിയല്ലേ? അപ്പം ഞാൻ തീറ്റ നോട്ടിനെ മാറ്റിയിട്ട് പൈ ബൈ 2 മൈനസ് തീറ്റ നോട്ട്, അതായത് 90 ഡിഗ്രി മൈനസ് തീറ്റ നോട്ട്, ഈ ഒരു ആംഗിൾ അസൈൻ ചെയ്യാമെന്ന് വിചാരിക്കുക. ഉദാഹരണം, ഞാൻ ആദ്യം 30 ഡിഗ്രിയിൽ പ്രൊജക്റ്റ് ചെയ്തു. ഞാൻ 30 ഡിഗ്രിയിൽ നിന്ന് മാറ്റിയിട്ട് 90 മൈനസ് 30, ദാറ്റ് ഈസ് 60 ഡിഗ്രിയിൽ പ്രൊജക്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം 30 ഡിഗ്രിയിൽ പ്രൊജക്റ്റ് ചെയ്യുന്നു വിത്ത് വെലോസിറ്റി v0. അതേ വെലോസിറ്റിയോട് കൂടെ ഞാൻ 60 ഡിഗ്രിയിൽ പ്രൊജക്റ്റ് ചെയ്തു എന്നും കരുതുക. സോ ഫസ്റ്റ് ഞാൻ 30 ഡിഗ്രിയിലാണ് പ്രൊജക്റ്റ് ചെയ്തത് വിത്ത് വെലോസിറ്റി v0. ആ സമയത്ത് റേഞ്ച് എത്രയായിരിക്കും? v0 സ്ക്വയർ സൈൻ 2 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ ജി ആയിരിക്കും. ഇനി അത് മാറ്റിയിട്ട് ഞാൻ 90 മൈനസ് 30, ദാറ്റ് ഈസ് 60 ഡിഗ്രിയിൽ പ്രൊജക്റ്റ് ചെയ്യുന്നു അതേ വെലോസിറ്റിയോട് കൂടെ. എന്ത് മാറ്റമാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ തീറ്റ നോട്ട് ഇസ് ഈക്വൽ ടു പൈ ബൈ 2 മൈനസ് തീറ്റ നോട്ട്. ഓക്കെ, എന്ത് മാറ്റാൻ വരുന്നത് നോക്കാം. ഞാനതിനെ പുതിയ റേഞ്ചായിട്ട് പരിഗണിക്കുന്നു, അതുകൊണ്ട് ഞാനതിനെ ആർ പ്രൈം എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു വി നോട്ട് സ്ക്വയർ സൈൻ 2 തീറ്റ നോട്ട് എന്നുള്ളതിന് പകരം പൈ ബൈ 2 മൈനസ് തീറ്റ നോട്ട്. അപ്പം പുതിയ ആംഗിളാണ് പൈ ബൈ 2 മൈനസ് തീറ്റ നോട്ട് ഡിവൈഡഡ് ബൈ ജി. എന്താ സംഭവിക്കുക? ഈ 2 മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു വി നോട്ട് സ്ക്വയർ സൈൻ പൈ ബൈ 2 ഇൻറ്റു 2, അത് പൈ ആണ്, മൈനസ് 2 ഇൻറ്റു തീറ്റ നോട്ട്, 2 ഇൻറ്റു തീറ്റ നോട്ട് ഡിവൈഡഡ് ബൈ ജി എന്ന് കിട്ടും. ഇതാണ് ആർ പ്രൈം. ഓക്കെ, സോ ആർ പ്രൈം ഇസ് ഈക്വൽ ടു വി നോട്ട് സ്ക്വയർ സൈൻ പൈ മൈനസ് 2 തീറ്റ നോട്ട്. ഇവിടെ നമ്മൾ മറ്റൊരു ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റിയാണ് ഉപയോഗിക്കുന്നത്.
സൈൻ പൈ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് സൈൻ തീറ്റ ഇറ്റ് സെൽഫ്. സൈൻ പൈ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ തന്നെയാണ്. അപ്പോൾ സൈൻ പൈ മൈനസ് 2 തീറ്റ നോട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു വി നോട്ട് സ്ക്വയർ. പൈ മൈനസ് 2 തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 2 തീറ്റ നോട്ട്. സൈൻ 2 തീറ്റ നോട്ട് എന്ന് തന്നെയായിരിക്കും, ഡിവൈഡഡ് ബൈ ജി എന്നായിരിക്കും. ആൻഡ് വാട്ട് ഈസ് ദിസ് ഈസ് ഈക്വൽ ടു ദ റേഞ്ച്. നമ്മൾ നേരത്തെ അതേ റേഞ്ച് തന്നെയാണ് കിട്ടുന്നത് അല്ലേ? വാട്ട് ഈസ് ദ ഇൻഫർമേഷൻ? ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്താണ്? അതായത് നിങ്ങളൊരു തീറ്റ ഡിഗ്രിയിൽ നിങ്ങൾ പ്രൊജക്ടൈൽ വിടുന്നു, 90 മൈനസ് തീറ്റയിൽ നിങ്ങൾ പ്രൊജക്ടൈൽ വിടുന്നു. രണ്ട് സമയത്ത് നിങ്ങൾക്ക് ഒരേ റേഞ്ച് തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ നിങ്ങളൊരു പ്രൊജക്ടൈലിനെ തീറ്റ നോട്ട് എന്ന് പറയുന്ന ആംഗിളിൽ വിട്ടാലും 90 മൈനസ് തീറ്റ നോട്ട് എന്ന് പറയുന്ന ആംഗിൾ അല്ലെങ്കിൽ π/2 മൈനസ് തീറ്റ നോട്ട് എന്ന് പറയുന്ന ആംഗിളിൽ നിങ്ങൾ വിട്ട് കഴിഞ്ഞാലും വിത്ത് സെയിം വെലോസിറ്റി, ഒരേ വെലോസിറ്റിയിൽ വിടണേ, രണ്ട് കേസുകളിലും നിങ്ങൾക്ക് ഒരേ റേഞ്ച് തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പം നോക്കൂ, അതിൻ്റെ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ തോന്നും, കുറച്ചുകൂടി ഹൈറ്റ് കൂടി ഉണ്ടാവും, പക്ഷെ റേഞ്ച് അത് തന്നെയായിരിക്കും. അപ്പം ആദ്യത്തെ തീറ്റ നോട്ടാണ് വിത്ത് വെലോസിറ്റി v0. രണ്ടാമത്തെ ആംഗിൾ ശ്രദ്ധിക്കും, ഈ ആംഗിൾ എത്രയായിരിക്കും? ദാറ്റ് ആംഗിൾ ഇസ് 90 ഡിഗ്രി മൈനസ് തീറ്റ നോട്ട്. സോ ഫസ്റ്റത്തെ ആംഗിൾ തീറ്റ നോട്ടിൽ വിടുന്നു, അപ്പോൾ ഉണ്ടായ റേഞ്ച് നോക്കൂ, ദിസ് ഇസ് എ റേഞ്ച്. അടുത്ത ആംഗിൾ 90 മൈനസ് തീറ്റ നോട്ടാണ്, അപ്പോൾ കുറച്ചുകൂടി ഹൈറ്റ് കൂടി, പക്ഷെ അതേ റേഞ്ച് തന്നെയാണ് വന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുക, ഫോർ 2 ആംഗിൾസ് യു ഹാവ് സെയിം റേഞ്ച്. രണ്ട് ആംഗിൾസുകൾക്ക് നിങ്ങൾക്ക് ഒരേ റേഞ്ചാണ് കിട്ടുന്നത്. ഏതൊക്കെയാണ് ആ രണ്ട് ആംഗിളുകൾ? ഒന്ന് തീറ്റ നോട്ടാണെങ്കിൽ മറ്റേ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി മൈനസ് തീറ്റ നോട്ടായിരിക്കും. ഇവരെ വിളിക്കുന്ന പേര് കോംപ്ലിമെൻ്ററി ആംഗിൾസ് എന്നാണ്. കോംപ്ലിമെൻ്ററി ആംഗിൾസ്, വിച്ച് മീൻസ് വാട്ട്? ഫോർ ദീസ് 2 ആംഗിൾസ് യു വിൽ ഗെറ്റ് സെയിം റേഞ്ച്. ഈ രണ്ട് ആംഗിളുകൾക്ക് നിങ്ങൾക്ക് ഒരേ റേഞ്ചാണ് കിട്ടുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, 15 ഡിഗ്രിയിൽ നിങ്ങളൊരു ഇതിനെ പ്രൊജക്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതേ റേഞ്ച് കിട്ടാൻ എത്ര ഡിഗ്രി പ്രൊജക്റ്റ് ചെയ്യണം? 90 മൈനസ് 15 ഡിഗ്രി, 15 ഡിഗ്രി, ദാറ്റ് ഈസ് 75 ഡിഗ്രി. ഒരാളെ നിങ്ങൾ 30 ഡിഗ്രിയിൽ പ്രൊജക്റ്റ് ചെയ്യുന്നു, അപ്പോൾ അതേ റേഞ്ച് കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റാളെ നിങ്ങൾ എന്തിൽ വിടണം? 60 ഡിഗ്രിയിൽ വിടണം. ഒരാളെ നിങ്ങൾ 20 ഡിഗ്രിയിൽ വിടുന്നു, 20 ഡിഗ്രിയിൽ പ്രൊജക്റ്റ് ചെയ്യുന്നു, അതേ റേഞ്ച് കിട്ടാൻ നിങ്ങൾ ആ പ്രൊജക്ടൈലിനെ ഏത് ആംഗിളിൽ വിടണം? 80 ഡിഗ്രിയിൽ വിട്ടാൽ മതി. 90 മൈനസ് 20യിൽ വിട്ടാൽ മതി. 70, നോട്ട് 80, 70 ഡിഗ്രിയിൽ വിടണം. സോ ദാറ്റ് ഈസ് ഐഡിയ. തീറ്റ ഡിഗ്രിയിൽ നിങ്ങൾ ഒരു പ്രൊജക്ടൈലിനെ പ്രൊജക്റ്റ് ചെയ്യുന്നു, ആ സമയത്ത് നിങ്ങൾക്ക് ഒരു റേഞ്ച് കിട്ടുന്നു. അതേ റേഞ്ച് കിട്ടാൻ നിങ്ങൾ എത്ര ആംഗിളിലാണ് പ്രൊജക്റ്റ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ 90 ഡിഗ്രി മൈനസ് തീറ്റ, ഈ ആംഗിളിലാണ് അതിനെ പ്രൊജക്റ്റ് ചെയ്യേണ്ടത്. സോ ദിസ് ഈസ് ദ ഐഡിയ. സോ ഈ ഡെറിവേഷൻസ് നിങ്ങൾ കൃത്യമായി, ഈ ഡെറിവേഷൻ പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഈ ഡെറിവേഷൻ, ബട്ട് ഈ ഐഡിയ ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പറയുന്ന ടൈം ടേക്കൺ ടു മാക്സിമം ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, മാക്സിമം ഹൈറ്റ്, ഈ 4 പാരാമീറ്റേഴ്സിൻ്റെ ഡെറിവേഷൻസ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതിൻ്റെ പ്രോബ്ലംസും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്.